അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശങ്കരാചാര്യ ടെമ്പിൾ കാണാനാണ് പോകുന്നത്. അവിടുന്ന് നമ്മൾ കുറച്ചിങ്ങനെ മലയൊക്കെ കയറി വന്ന് ഒരു സ്ഥലത്ത് അവർ നിർത്തും. അവിടുന്ന് നമ്മൾ കുറച്ച് നടന്ന് സ്റ്റെപ്പ് കയറി പോകണം, അത്രേ ഉള്ളൂ. പക്ഷെ അന്ന് എന്തോ ഒരു VIP വിസിറ്റ് ഉണ്ടായിരുന്നു അമ്പലത്തിൽ, അങ്ങനെയാണ് ഞാൻ പിന്നീട് അറിഞ്ഞതാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഓട്ടോ ഡ്രോപ്പ് ചെയ്യണ സ്ഥലം വരെ ഇപ്രാവശ്യം വണ്ടി പോയില്ല അത്രേ. നമ്മൾ ആദ്യം ഒരു വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് വേറൊരു സ്ഥലത്ത് പോയി ഇറങ്ങി അവിടുന്ന് നമുക്ക് കുറച്ച് നടക്കേണ്ടി വന്നു. നമ്മൾ കുഴപ്പമില്ല കേട്ടോ, സാധാരണ ആൾക്കാർ കുഴപ്പമില്ല. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഹൈറ്റിലേക്ക് പോവുകയാണല്ലോ. അത് മാത്രമല്ല അവിടെ നല്ല രീതിയിൽ ചെക്കിംഗ് ഉണ്ട്. ഉള്ളിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെ ബോഡി ചെക്കിങ്ങും എല്ലാ ചെക്കിങ്ങും ചെയ്തിട്ട് ഇതുപോലെ സ്റ്റെപ്സ് കയറി നമുക്കിങ്ങനെ പോകണം. നല്ല തിരക്കായിരുന്നു. എസ്പെഷ്യലി അതൊരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഉള്ളവർക്ക് സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാര്യമാണല്ലോ. അവർ ടോട്ടലി വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇങ്ങനെ വീക്കെൻഡ്സൊക്കെ വരുമ്പോൾ ഈ നേറ്റീവായിട്ടുള്ള ആൾക്കാർ പോലും പുറത്തിറങ്ങണ ഒരു ദിവസമായിരുന്നു. അപ്പം അതിൻ്റേതായ നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ ഈ അമ്പലത്തിൽ വന്നപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായി. പക്ഷേ ഇങ്ങനെ സ്റ്റെപ്പ് കയറി കയറി നമ്മൾ ആ ഹൈറ്റിലെത്തിയിട്ട് ആ ഒരു ദാൽ ലേക്കിൻ്റെ ആ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ഫുൾ ശ്രീനഗറിൻ്റെ ആ ഒരു പാർട്ട് ഇവിടുന്ന് നമുക്ക് കാണാം. നല്ലൊരു ലുക്കും നല്ലൊരു വ്യൂ ആയിരുന്നു. പിന്നെ അവിടെ ചെന്നാലും നമുക്ക് കുറച്ച് ക്യൂ നിൽക്കാനുണ്ട്. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ നമ്മൾ ആരിനെ നോക്കി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ അവരൊക്കെ എല്ലാവരും അവരവരുടെ ഫാമിലി ആയിട്ട് തിരിഞ്ഞു. കാരണം എല്ലാവർക്കും ഇങ്ങനെ നടന്നെത്താൻ പറ്റില്ലല്ലോ. ഇവിടെയാണെങ്കിൽ ഒരു ജാതി സ്പീഡായതുകൊണ്ട് ഞങ്ങൾ ആദ്യം വന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ആദ്യം കയറി നമ്മളവിടെ ക്യൂവിൽ നിന്നു. പിന്നെ കുറച്ച് നേരം ഈ വെയിലൊക്കെ ആണെങ്കിൽ പോലും അവിടെ നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് ആ വെയിൽ ഫീലാവില്ല. കണ്ണ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ, കാരണം ആ ഒരു റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട്. പിന്നെ അവിടെ ക്യൂ നിന്ന് ഉള്ളിൽ പോയി. പിന്നെ ഈ സ്റ്റെപ്പിൻ്റെ മുകളിലേക്കൊന്നും നമുക്ക് ക്യാമറ അലൗഡ് അല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അവർ ഒരു കുറിയൊക്കെ തൊട്ട് തരും കേട്ടോ. നമ്മൾ ഷൂ ഒക്കെ താഴെ ഊരി വെച്ചിട്ടാട്ടോ മുകളിലേക്ക് പോയത്. വരണത് വേറൊരു വഴിയാണ്. ഇങ്ങനെ ചുറ്റി വന്നിട്ട് നമ്മൾ ഷൂ ഒക്കെ ഇടണ ആ സ്ഥലത്തെത്തും. അവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം, കുടിവെള്ളം എല്ലാം ഉണ്ടായിരുന്നു. ബാത്റൂം സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്താണെന്ന് വെച്ചാൽ അവിടെ പവർ കട്ടായിരുന്നു അത്രേ. അപ്പോൾ വെള്ളമൊന്നും അന്നത്തെ ദിവസം അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. കാരണം സോനാമാർഗിൽ നിന്ന് അത്ര ഇവിടേക്ക് വെള്ളമൊക്കെ കൊണ്ടുവരണേ, അങ്ങനെ അവിടെ ഉള്ള ഒരാൾ പറയണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ചിങ്ങനെ ഇറങ്ങി വരണോടത്ത് ആ ചെക്കിംഗ് ഉള്ള സ്ഥലത്ത് തന്നെ നമുക്ക് അന്നദാനം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ 15 പേരിനെയും കൊണ്ട് തന്നെ ഒരു ഹോട്ടലിലൊക്കെ കയറിയിട്ട് തിരിച്ച് നമ്മൾ തുലിപ് ഗാർഡൻ ആണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങോട്ട് പോകണമെങ്കിൽ മിനിമം ഒരു 1-2 മണിക്കൂർ ആവും. കാരണം ആദ്യം നമ്മൾ താഴെ വരണം, റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം, പിന്നെ ഭക്ഷണം ഓരോരുത്തരായിട്ട് കഴിച്ചിറങ്ങുമ്പോഴേക്കും സമയമാവും. അപ്പോൾ അന്നദാനം ആകുമ്പോൾ ദി ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മളത് കഴിച്ച് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ പോലെ നേറ്റീവായിട്ടുള്ള ആൾക്കാരും ഇറങ്ങുന്ന ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രൈവറ്റ് കാറുകളുടെ ഭയങ്കരമായിട്ടുള്ളൊരു തിരക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാ മെയിൻ അട്രാക്ഷനിലേക്കും പോകുന്ന ഒരു വഴിയാണത്, ആ ഒരു ദാൽ ലേക്ക്. പിന്നെ അവിടേക്ക് വരുന്ന ആൾക്കാർ അവിടുന്ന് പല പല ഗാർഡൻസിലേക്കൊക്കെ പോകുന്നൊരു വഴി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു സൺഡേ ആയതുകൊണ്ട്. പിന്നെ പാർക്കിങ് കിട്ടിയിട്ട് അവിടുന്ന് പിന്നെ നമുക്ക് കുറേ നടക്കാനുണ്ട്. നടന്ന് പിന്നെ വന്ന് ഇവിടെ ഉള്ളിലേക്ക് എൻട്രൻസ് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു തുലിപ് ഗാർഡൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് കയറി വരുന്ന സമയത്ത് കണ്ടില്ലേ, ഇങ്ങനെ കുറേ സ്ഥലത്ത് പൂക്കളൊക്കെ ഓൾമോസ്റ്റ് കൊഴിഞ്ഞു തുടങ്ങിയ ഒരു സീസൺ എത്തി. ഇപ്പോൾ ഫുൾ ബ്ലൂമാണ്, അതായത് ഇങ്ങനെ പകുതി ഇങ്ങനെ വിടർന്ന് നിൽക്കണ പോലെയല്ലേ ശരിക്കും ഉണ്ടാവുക. പക്ഷെ പല സ്ഥലങ്ങളിലും പൂവ് നന്നായിട്ട് വിടർന്ന് ചില സ്ഥലത്തൊക്കെ പൂക്കളില്ലാണ്ടേയും നിൽക്കണ ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ വന്നപ്പോഴത്തേക്കും ആ ഒരു സീസൺ കഴിയാറായി. എന്തോ ജസ്റ്റ് ഒരു ഭാഗ്യത്തിനാണ് നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു കാശ്മീരി ഡ്രസ്സുകളും അങ്ങനെയുള്ള കുറേ എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പോയി വാങ്ങാനും. കാരണം ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് നല്ലൊരു സൗകര്യമാണ് അവിടെ ചെന്ന് വാങ്ങുന്നതൊക്കെ. സൊവനിയേഴ്സ് ആയാലും ഡ്രസ്സുകളായാലും എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് ഏകദേശം ഒരു 3 മണി 4 മണി ആ സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 മണിക്ക് ദാൽ ലേക്കിൽ എത്തേണ്ട ആൾക്കാരാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ തന്നെ 3 മണി ആയതുകൊണ്ട് നമ്മൾ തൽക്കാലം
ലേക്കിൽ പോകുന്നത് ഇന്നത്തേക്ക് വേണ്ടാന്ന് തീരുമാനിച്ചു. കാരണം അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് നമ്മൾ ഒന്നും കാണാണ്ട് ഇവിടുന്ന് ഓടണ പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും. ഇതിങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. നമുക്ക് ഫുള്ള് ചെന്ന് കാണാൻ എന്തായാലും 1-2 മണിക്കൂർ എടുക്കും. ഫോട്ടോ എടുക്കാനും പിന്നെ പല ഫാമിലികളായതുകൊണ്ട് അവർ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും, നമ്മൾ ഒരുമിച്ചല്ലല്ലോ നടക്കണേ. അപ്പം എല്ലാവരുടെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ ദാൽ ലേക്കിൽ പോയി അവിടെയും ഒരു ഓട്ടമായിരിക്കും. ഒന്നും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ദാൽ ലേക്ക് പിന്നത്തേക്ക് മാറ്റി വെച്ചു. ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് പോയി എക്സ്പ്ലോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പല ടൈപ്പിലുള്ള പൂക്കളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഫുൾ ബ്ലൂം എന്ന് പറയാനും പറ്റില്ല, ഏകദേശം കഴിയാറായി. ഞാനിട്ട് ഇവിടെ വന്നതിന് ശേഷം തിരിച്ച് ചെന്നൈയിലെത്തിയതിന് ശേഷം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ഇതൊക്കെ ഇങ്ങനെ ഡിസ്ട്രോയ് ചെയ്യണത്. അത് സത്യമാണോ ഫേക്കാണോ എന്നൊന്നും അറിയില്ല. കാരണം എന്നാലേ അടുത്ത വർഷത്തേക്ക് ഇത് നന്നായിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നു. ഏപ്രിൽ ഒരു പകുതി കഴിയുമ്പോഴേക്കും ഇത് ക്ലോസ് ചെയ്യുമെന്നാണ് അറിഞ്ഞത്. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് നല്ല രസമാണ്. പിന്നെ അന്നൊരു ജാതി ചൂടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ പോലെ അല്ല, കഴിഞ്ഞ ദിവസം ഭയങ്കര മഴയും മഞ്ഞുമൊക്കെ ആണെങ്കിൽ ഈ ഒരു ദിവസം നല്ല ചൂടായിരുന്നു. പിന്നെ നല്ല തണുപ്പ്, ഓൾമോസ്റ്റ് തണുപ്പ് ഒരു സീസൺ ആയതുകൊണ്ടും ഈ വെയിൽ നമ്മളെ അങ്ങോട്ട് എഫക്റ്റ് ചെയ്യില്ല എന്ന് മാത്രം. സൺഗ്ലാസ് ഒക്കെ വെച്ചില്ലെങ്കിൽ നമുക്ക് ഒന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല, അങ്ങനെയായിരുന്നു. പിന്നെ ഇത് സെൽഫി സ്റ്റിക്ക് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യണ എൻ്റെ ഒരു സ്റ്റൈലാണ് ഈ കാണിക്കണേ. അതുവരെ ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെയാണ് എൻ്റെ ബാഗിലൊരു സെൽഫി സ്റ്റിക്ക് കിടക്കണ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ അതെടുത്ത് നന്നായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നിത്തുവിനൊക്കെ ഈ ഒരു സമയമായപ്പോഴേക്കും ചൂടെടുത്ത് തുടങ്ങിയിട്ടോ. അവള് സ്വെറ്ററൊക്കെ ഇട്ടിട്ടല്ലേ വന്നത്. അപ്പോൾ അതൊക്കെ ഊരി കയ്യിൽ പിടിക്കാൻ, ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ സ്വെറ്റർ ഇടുന്നേക്കാട്ടി ഗാർഡനിലൊക്കെ ഫോട്ടോ എടുക്കാൻ ഇതാണ് നല്ലത്. അപ്പോൾ അങ്ങനത്തെ നല്ല കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും വന്നേക്കണേ. പിന്നെ ഇപ്രാവശ്യത്തെ ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് അധികം പൈസ ചിലവായിട്ടില്ല. ഇപ്രാവശ്യം ഉള്ള ഡ്രസ്സുകൾ തന്നെ നമ്മൾ റീയൂസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഈ ഡ്രസ്സുകളെല്ലാം നമ്മൾ ഓൾറെഡി ഉള്ള സെറ്റേഴ്സും ഒക്കെയാണ്. ഒരു തലേ ദിവസമൊക്കെ നമ്മൾ പോയിട്ട് 1-2 ടീഷർട്ട്സൊക്കെ ഇങ്ങനെ അടുത്തുനിന്ന് വാങ്ങിച്ചു എന്നല്ലാണ്ട് വലിയൊരു ഷോപ്പിംഗ് നമ്മൾ ഈ ട്രിപ്പിന് വേണ്ടി ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ഒരു ഭാഗം ഫുള്ള് കണ്ടോ, ഈ മലനിരകളല്ലേ. അപ്പോൾ അവിടെയൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ഇന്ത്യൻ ഫ്ലാഗൊക്കെ കാണാം കേട്ടോ. പിന്നെ നമ്മൾ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെയൊക്കെ ഏതൊക്കെ ആംഗിളിൽ വീഡിയോ എടുക്കാം എന്നുള്ളത്. പിന്നെ ഞാൻ ഓരോ ഭാഗത്ത് ഇങ്ങനെ ഗാർഡൻസ് ഇല്ലേ, അപ്പോൾ ഒരു ഭാഗത്തുള്ള അതേ പൂക്കൾ തന്നെ കേട്ടോ വേറൊരു ഭാഗത്തുള്ളത്. അങ്ങനെ പ്രത്യേകതയായിട്ട് ഈ കാണുന്ന ഈ ഒരു കളേഴ്സ് തന്നെയാണ് റിപ്പീറ്റായി അവിടെ ഇവിടെയൊക്കെ ഉള്ളത്. ഈ ചില വരികളിലൊന്നും പൂക്കളില്ലാത്ത പോലെയാണ്. പിന്നെ അത് ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, നമുക്ക് അവിടേക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ആ ലേക്കിൻ്റെ അവിടെയൊക്കെ പോയിട്ട് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല. അപ്പോൾ പറഞ്ഞു എന്തായാലും നമ്മൾ ദാലിലേക്ക് പോണില്ലല്ലോ, അപ്പോൾ വേറൊരു സ്ഥലം ഇവിടെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു, അങ്ങോട്ട് പോവാമെന്ന്. ഇതൊരു ദർഗയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങോട്ട് പോവാം, അത് ഈ ഒരു റൂട്ടിൽ തന്നെ വരണേ, കുറച്ച് ദൂരമുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ റൂമിൽ പോവാം. നെക്സ്റ്റ് ഡേ ആണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ ശരി വേഗം നമുക്ക് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം, കാരണം നേരത്തെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ പോകുമ്പോൾ കണ്ടില്ലേ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇങ്ങനെ നിർത്തിയിട്ടൊക്കെയാണ് ചില സ്ഥലങ്ങൾ പോകാൻ പറ്റുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഇറങ്ങണ ഒരു സമയമല്ലേ. അപ്പോൾ ഇത് നമ്മളുടെ വേറൊരു പോണ വഴിയിലൊരു ഗാർഡനാണ്, മുഗൾ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ അവിടെ പോയില്ല, കാരണം ഓൾറെഡി നമ്മൾ ഗാർഡനിൽ പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ കയറിയില്ല തിരക്കായതുകൊണ്ടും. ഇവിടുന്ന് നേരെ പോണത് നമ്മൾ ഹസ്രത് ബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷ്രൈൻ, ഒരു ദർഗയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അവിടെ ആർക്ക് വേണമെങ്കിലും പോവുകയൊക്കെ ചെയ്യാം. അവിടെ ഒരു ഉള്ളിലേക്കൊന്നും നമ്മൾ പോകണില്ല, സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. അവിടെ ഒരു ലേക്ക് സൈഡ് ഉണ്ട്, അവിടെ നല്ല സീനിക്കായിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, മസ്റ്റ് വിസിറ്റ് ആണ് അവിടെ കാണാനെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഈ ഒരു സീനാണ് കണ്ടത് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് ആ മലയും അവിടെയുള്ള വീടുകളൊക്കെ കുറച്ചും കൂടി ഇരുട്ടുമ്പോൾ നമുക്ക് നല്ല വ്യക്തമായിട്ട് ഇങ്ങനെ ചെറിയ ലൈറ്റുകൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ടാകും. അപ്പം നമ്മൾ ഈ ഒരു 6 മണി സമയത്താണ് ഇവിടെ എത്തിയത്.
അവിടെ വന്നു. പിന്നെ ഒരു താജ്മഹലിൻ്റെ പോലത്തെ ഒരു ബിൽഡിംഗ് ഒക്കെയാണ് കേട്ടോ. ഞാനത് ഫോട്ടോ കൊടുക്കാം, കാരണം ഈ ഫോട്ടോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോയില്ല. അവിടെ പണിയും നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഫുൾ എന്തൊക്കെയോ കെട്ടിവെച്ച് മറച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഫുൾ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് ഗൂഗിളിൽ നിന്ന് ഫോട്ടോ കിട്ടിയത് ഇതാണ് ആ ഫോട്ടോ. അപ്പോൾ അത് ജസ്റ്റ് അവിടെ പുറത്തുനിന്ന് കണ്ടു. അവിടെ കുറച്ച് നേരം അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലോക്കലായിട്ടുള്ള കാശ്മീരി സ്നാക്സ് ഒക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഷോപ്പിൻ്റെ സൈഡിലൊക്കെ വന്ന് ചുമ്മാ ചെറിയ സാമ്പിളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ അടുത്ത റൂമിലേക്ക് എത്തി. 3ാമത്തെ റൂമാണ് നമ്മുടെ ശ്രീനഗറിലത്തെ. ഇത് സിറ്റിയിൽ തന്നെയാണ് കേട്ടോ ഈ റൂം. ഇവിടുത്തെ നമുക്ക് കറക്റ്റായിട്ടുള്ള 4 ബെഡും പിന്നെ താഴെ കണ്ടില്ലേ നല്ല വുഡൻ ഫ്ലോറിന് പകരം കാർപ്പറ്റഡ് ഫ്ലോറാണ്. നമുക്ക് നല്ല റൂമായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു ബെഡൊന്നും ആരും യൂസ് ചെയ്തില്ല, അത് വേറൊരു കാര്യം. പിന്നെ 2 ഡേയ്സ് നമ്മൾ ഈ റൂമിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു മാറ്റമില്ല, നമ്മളിനി പോണ വരെ ഈ റൂമിൽ തന്നെ ആയിരിക്കും. ഇത് ഇവിടെ കിത്തു റൂം ടൂറും ബാത്റൂം ടൂറും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെയൊക്കെ പിന്നെ ഫുൾ ഹോട്ട് വാട്ടറൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈവൻ നമ്മുടെ വാഷ് ബേസിൻ്റെ സൈഡിലും നമുക്ക് ചൂടുവെള്ളം തന്നെ കിട്ടുക, കൈ കഴുകാനൊന്നും പ്രശ്നമില്ല. പിന്നെ രാവിലെ എണീറ്റിട്ടുള്ള വ്യൂ വളരെ മോശമായിരുന്നു. പാർക്കിങ്ങിൻ്റെ വ്യൂ ആണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ മറ്റ് 2 റൂമുകളെ വെച്ച് നോക്കുമ്പോൾ ഈ വ്യൂ ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നും ആയിട്ടില്ല. എന്നാലും സാരില്ല, നമ്മൾ ജസ്റ്റ് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പോവാണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ 4th ഡേ ആണ്. 4th ഡേ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേ ഓഫ് കാശ്മീർ ട്രിപ്പ് എന്ന് പറയാം. കാരണം നമ്മൾ ആദ്യമായിട്ട് ഗുൽമാർഗിൽ സ്നോ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അത് ഫെയിലായില്ലോ. പിന്നെ ഗുൽമാർഗിൽ പോകണ്ടാന്ന് തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി സോനാമാർഗിലേക്ക് പോവുകയാണിപ്പോൾ. അപ്പോൾ സോനാമാർഗിൽ പോയ ആൾക്കാരൊന്നും പിന്നെ ഗുൽമാർഗിൽ പോയി കഴിഞ്ഞാൽ ഒരു വില ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരി, നമ്മൾ സോനാമാർഗിൽ പോയിട്ട് തീരുമാനിക്കാം ഗുൽമാർഗിൽ പോകണോ വേണ്ടി എന്നുള്ളതെന്ന് അവർ പറഞ്ഞു. കാരണം നമ്മൾ പറഞ്ഞു വേണമെങ്കിൽ ഒരു ദിവസം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. എല്ലാവരും റെഡിയാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഗുൽമാർഗ് കേബിൾ കാർ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ പറഞ്ഞു നമ്മൾ സോനാമാർഗിൽ പോയാൽ നിങ്ങളുടെ പരാതിയൊക്കെ തീരും. കാരണം ഗുൽമാർഗിൽ വീണ്ടും നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അവിടെ ചെന്ന് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ വീണ്ടും ഒരു ഡേ സ്പെൻഡ് ചെയ്ത് നമുക്ക് ലോസ് ആവണ്ട. നമുക്ക് ആദ്യം സോനാമാർഗിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സിറ്റിയിൽ നിന്ന് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിനടുത്ത് ട്രാവൽ ഉണ്ട് ശ്രീനഗറിൽ നിന്ന്. നമ്മൾ രാവിലെ തന്നെ 8-8:30 കൂടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് ആദ്യം സിറ്റിയൊക്കെ കവർ ചെയ്ത് പിന്നെ നമ്മൾ ഒരു ഗ്രാമപ്രദേശത്ത് എത്തും കേട്ടോ. നല്ല രസമാണ്, നമുക്ക് നോക്കിയിരുന്ന് പോകും നമ്മൾ. നല്ല സീനിക് ബ്യൂട്ടിയാണ്. ഇപ്പോൾ ദേ ഇവിടെ സോനാമാർഗ് എന്ന് പറഞ്ഞിട്ട് എഴുതി ബോർഡൊക്കെ എടുത്ത് പിന്നെയും കുറേ പോകാനുണ്ട് കേട്ടോ. ആ പോണ വഴിക്ക് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ പിന്നെ നമ്മൾ വീണ്ടും മല കയറണ പോലെ തന്നെയാണ്. അപ്പോൾ സോനാമാർഗിൻ്റെ മഞ്ഞിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള വിശേഷങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ അധികം ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് എന്താ ഇടാത്തതെന്ന് വെച്ചാൽ എനിക്ക് അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അപ്പോൾ ഉള്ള വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഫോണിൻ്റെ സ്റ്റോറേജ് തന്നെ ഇപ്പോൾ കീപ്പ് ചെയ്യണേ. അപ്പോൾ ഇത് ഈ പോകുന്ന വഴിയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഈ ഒരു റിവറൊക്കെ നമ്മൾ പല ഇതിൽ കണ്ടിട്ടുണ്ടല്ലോ, സിനിമകളിലായാലും വീഡിയോസിലാണെങ്കിലും കണ്ടിട്ട് നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വെള്ളം ഒക്കെ ഇപ്പോൾ കുറവാണ്. എനിക്ക് തോന്നണേ കുറച്ചും കൂടി സമ്മർ ആവുമ്പോഴാവും ആ മഞ്ഞൊക്കെ ഒരുക്കിയിട്ട് ഇങ്ങനെ വെള്ളം ഇതിൽ ഫുള്ള് നിറയാൻ പോണേ, എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ സോനാമാർഗിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇടയിൽ വെച്ചിട്ട് നമ്മളിവിടെ ചായ കുടിക്കാൻ നിർത്തിയതാണ്. കാരണം നമ്മൾ ഇവിടുന്നാണ് അങ്ങോട്ട് കയറാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ചെറിയ കടകളും ഒക്കെ ഉണ്ട്. അവിടെ പോയിട്ട് വേണമെങ്കിലൊക്കെ ഷോപ്പ് ചെയ്യാം. നമ്മളൊന്നും ചെയ്തില്ല, നമ്മളിവിടെ നിന്ന് ആ ഒരു ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ നമ്മൾ നേരെ സോനാമാർഗിലേക്ക് പോവുകയാണ് ചെയ്തത്. നമുക്ക് ആ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ പിന്നെ കാണാം.